Hello everyone. Welcome to another lecture series instructional analysis. Today we are actually beginning an entirely different topic specified by the K2 syllabus. Today we are actually starting the fifth module of K2 syllabus known as the cable structures. Okay, so in this lecture I'm going to give you a brief introduction to what is cable structures, how to solve or how to analyze cable structures, and from the next lecture onwards we'll actually start analyzing cable structures. So let me begin by explaining what a cable structure is. So what do you understand when you hear the name cable? Cable എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ മനസ്സിൽ വരിക in modern times you might be familiar with the term, you might think of data cable. Okay, well actually I have one here, this thing, data cable. Okay, so how is it related to structural analysis? Do you think this is a structure and this can be related to structural analysis? Well, out of our assumption that we think that no, this has nothing to do with structural analysis, and this is just something used to charge your phones, or you can use this as a data cable or whatever. Okay, but that is not the case. എൻ്റെ ഓർമ്മ ശരിയാണ് ഞാൻ വാട്ട് ഈസ് എ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞാണ് you can consider almost anything and everything to be a structure as long as it can withstand load withstand ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട ലോകത്തുള്ള എല്ലാ സാധനവും സ്ട്രക്ചറാണ്. അതിപ്പം ഒരു ചെലന്തിയുടെ വല മുതൽ മൾട്ടി മൾട്ടി സ്പെഷ്യാലിറ്റി ഷിപ്സോ അല്ലെങ്കിൽ എയ്റോപ്ലെയിൻസോ അല്ലെങ്കിൽ സ്പേസ് സ്ട്രക്ചേഴ്സോ ഒക്കെ സ്ട്രക്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രക്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന കേബിൾ, ഈ ഡാറ്റ കേബിൾ. ഓക്കെ, so let me explain it how. Okay, here it's a book on engineering geology, and consider this as a structure, ഒരു ബീം ആയിട്ടോ ഒരു കോളം ആയിട്ടോ അസ്യൂം ചെയ്തോളാം. Okay, and I hold it like this. So now this appears like a beam supported between my two hands. എൻ്റെ രണ്ട് കൈ സപ്പോർട്ട് ആയിട്ടിരിക്കുന്ന ഒരു അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബീം പോലെയാണ് ഇരിക്കുന്നത്. ദിസ് ഇസ് ലൈക്ക് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, നൗ let me think of another way in which I can hold this structure. Okay, I have cable and I put it like this. Okay, can you see? So instead of the two supports, I can use this cable to hold this structure. ഈ ഒരു ബുക്ക് ആകുന്ന ബീമിനെ ഹോൾഡ് ചെയ്യാൻ I can use this cable. Okay, so ഈ ഒരു പർട്ടിക്കുലർ കേബിളിന്റെ പ്രോപ്പർട്ടി മൂലം ഇത് ലോഡിങ്ങിനെ താങ്ങുന്നുണ്ട്. Okay, so assume I take another book. ഇപ്പോൾ രണ്ട് വലിയ ബുക്കുകളായി ഈ രണ്ടെണ്ണം വെച്ചാൽ do you really think this particular cable can hold? No, കാരണം ഈ രണ്ട് വലിയ പുസ്തകങ്ങൾ താങ്ങാനുള്ള കരുത്ത് ഈ കേബിളിനുണ്ടാവില്ല. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് അപ്പോൾ ഈ കേബിളിന് പകരം ഒരു സ്റ്റീലിന്റെയോ ഇരുമ്പിന്റെയോ കേബിൾ ആണെങ്കിൽ എന്ത് സംഭവിച്ചാൽ മേ ബി ഇറ്റ് വുഡ് ബി ഏബിൾ ടു ഹോൾഡ് ദ സ്ട്രക്ചർ. നൗ ഐ ആം കമ്മിങ് ബാക്ക് ടു ദ എക്സാമ്പിൾ ദാറ്റ് ഐ ഹാവ് ഷോൺ. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ കൈ ഇത് കേബിളിന്റെ പല കാരണങ്ങൾ മൂലം എനിക്ക് ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അസ്യൂം ദാറ്റ് ഈ രണ്ട് അറ്റം ഉണ്ടല്ലോ, ഈ രണ്ട് അറ്റം ഞാൻ എവിടെയെങ്കിലും സേഫ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൈക്ക് ഐ ആം ഫിക്സിങ് ഇറ്റ് ടു എ വാൾ. I am fixing this support, this edge also to a wall. And അറ്റത്തും ഫിക്സ് ചെയ്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് ഞാൻ ഈ ബുക്ക് വെച്ചാൽ it can safely hold the structure. Okay, so essentially this is the property of every single cable structure. ഒരു കേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മീഡിയം, അത് ഇതുപോലെ ഒരു വയറാവാം, ഒരു കയറാവാം, മേ ബി ഇരുമ്പിന്റെ കഷ്ണമാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റോഡാവാം. അങ്ങനെ കേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനം, ഒരു സ്ട്രക്ചർ, ഒരു മെറ്റീരിയൽ ലോഡ് റെസിസ്റ്റ് ചെയ്യുന്ന അവസ്ഥേനാണ് കേബിൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ കാണുന്ന ദിസ് ഈസ് ആക്ച്വലി പ്രെറ്റി സിമ്പിൾ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേറ്റീവ് എക്സാമ്പിൾ. പക്ഷെ കേബിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേബിൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ലോകത്ത് വൈഡ് ആപ്ലിക്കേഷൻ ഉള്ള, വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ, കേബിൾ സ്ട്രക്ചറിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ ഒരു ജനറൽ 2-3 ഡേ ടു ഡേ എക്സാമ്പിൾ കാണിച്ചു തരാം. വൺ എക്സാമ്പിൾ വേർ യു ക്യാൻ സി, കോമൺ എക്സാമ്പിൾ വേർ യു ക്യാൻ സി കേബിൾ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഈസ് ദിസ് ഡ്രൈയിങ് റോപ്പ്, തുണി അലക്കാനിട്ടിരിക്കുന്ന റോപ്പ്.
as you can see, രണ്ട് സപ്പോർട്ടിന്റെ ഇടയ്ക്ക് കെട്ടി വെച്ചിരിക്കുന്ന റോപ്പിലോട്ട് ഈ ക്ലോത്ത്സ് നമ്മൾ ട്രൈ ചെയ്യാൻ ഇടുമ്പോൾ it actually, this is a cable that holds this structure properly. Okay, another example that you can see day to day is a signal post. ഓക്കെ, ഒരു ട്രാഫിക് സിഗ്നൽ ഒരു കയറിന്റെ മുകളിൽ കെട്ടിയിട്ടേക്കും. ഓക്കെ, നമുക്ക് ഇപ്പോൾ റോഡിൽ ഒരിക്കലും രണ്ട് സപ്പോർട്ട് വെച്ച് ഈ ഒരു ട്രാഫിക് സിഗ്നലിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻസ്റ്റെഡ് വി ഹാവ് എ റോപ്പ് ഇൻ വിച്ച് ദിസ് ട്രാഫിക് സിഗ്നൽ ആ ഒരു വെയിറ്റ് ഉള്ള ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് പോലെ, യു ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് പോലെ അതവിടെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ another example of a common day-to-day life cable structure is a electric post അല്ലെങ്കിൽ ഒരു സിഗ്നൽ പോസ്റ്റ്. ഇത് രണ്ട് പോസ്റ്റുകൾക്കിടയിലുള്ള കണക്ഷൻസ്, അതൊരു കേബിൾ വലിച്ച് കെട്ടിയിരിക്കുകയാണ് അത്, ആൻഡ് ദാറ്റ് ക്യാൻ റെസിസ്റ്റ് എ ലോഡ്. ഓക്കെ, ഇനി ഒരു ലാർജ് സ്കെയിൽ ഓഫ് സ്ട്രക്ചറിന്റെ എക്സാമ്പിളിലോട്ട് പോവുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ, യു സീ ദ ബ്രിഡ്ജ് ദെയർ, ഇറ്റ് ഈസ് സിമിലർ ടു ദിസ് ബുക്ക്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ്, ഒരു ലാർജ് സ്പാൻ ഓഫ് ബ്രിഡ്ജ് ആണത്. ഓക്കെ, ആൻഡ് ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രൊവിഷൻ ടു പ്രൊവൈഡ് ആൻ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്. ഒരു സപ്പോർട്ട് കൊടുക്കാനുള്ള പ്രൊവിഷൻ അതിൻ്റെ അകത്തില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് പ്രൊവൈഡിങ് സപ്പോർട്ട്സ് ടു ക്യാരി ദിസ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഈ വലിയ ഭയങ്കര നീളമുള്ള ആ ഒരു ബ്രിഡ്ജ് ഹോൾഡ് ചെയ്യുന്നത് മൊത്തം ആ കമ്പിയിൽ അല്ലെങ്കിൽ ആ കേബിളിൽ ആണ് തൂക്കിയിട്ടേക്കാണ്. എസെൻഷ്യലി ദ എൻറ്റയർ സ്പാൻ ഓഫ് ദിസ് ലോങ് ബ്രിഡ്ജ് ഈസ് സപ്പോർട്ടഡ് ബൈ ഹാങ്ങിങ്, അല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് രണ്ട് കയറുകൾ തൂക്കി പിടിച്ചിരിക്കുകയാണ് ആ ഒരു ബ്രിഡ്ജിനെ. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ബ്രിഡ്ജിനാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വിൽ സ്റ്റഡി ലേറ്റർ. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ രണ്ട് കേബിൾ അല്ലെങ്കിൽ ഓരോ കേബിളിലും സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. ഈ പാവകളിലെ പാവേനെ പോലെ സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. Okay, so that is one another example of cable used in large type of structures. Another example you can see is this sort of open say ഒരു cafeteria പോലെ. Okay, അപ്പോൾ കഫറ്റീരിയയുടെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ അതിന്റെ റൂഫിനെ സപ്പോർട്ട് ചെയ്യാൻ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് കോളംസ് ഒന്നുമില്ല, അതിന് പകരം അതെല്ലാം ഒരു കേബിളിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഓക്കെ, സോ ഒരു ആർക്കിടെക്ചറൽ കൺസിഡറേഷൻ ഇവിടെ വരുന്നുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ഓൺലി എ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സ്കെച്ച് മാത്രമാണ്. ഒരു റിയൽ ടൈം എക്സാമ്പിൾ ആണെങ്കിൽ യു ക്യാൻ സീ ദിസ് ഈസ് എ ആക്ച്വൽ ഓപ്പൺ എയർ സ്റ്റേഡിയം. ഓക്കെ, ദ റൂഫ് ഓഫ് ദിസ് സ്റ്റേഡിയം, ഈ ഫിഗർ നോക്കിയാൽ അറിയാം, ദർ ആർ അബ്സല്യൂട്ട്ലി നോ കോളംസ് ഇൻ ബിറ്റ്വീൻ ഓർ ഓൺ ദ സൈഡ് വേസ്. ആ എൻറ്റയർ റൂഫിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മുകളിൽ കാണുന്ന ഈ കേബിൾസ് ആണ്. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് റൂഫ്സ് ആർ നോൺ ആസ് സസ്പെൻഷൻ റൂഫ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സസ്പെൻഷൻ ബ്രിഡ്ജസ് ഉണ്ട്, സസ്പെൻഷൻ റൂഫ്സ് ഉണ്ട്. എസെൻഷ്യലി ദീസ് ഓൾ ആർ കേബിൾസ് ദാറ്റ് withstand or that resist a load. Okay, so another example is another roof example. ഇതൊരു സ്റ്റേഡിയം ആണ്. സ്റ്റേഡിയത്തിന്റെ as you can see ഒരു സ്റ്റേഡിയത്തിന്റെ റൂഫ് മൊത്തം ഈ കേബിളിൽ അല്ലെങ്കിൽ ഈ ഒരു കേബിളിലാണ് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയാണ്. അതായത് ഒരു കയറ് വെച്ച് കുറെ കയറ് വെച്ച് ഞാൻ ഇതിനെ തൂക്കി പൊക്കി ഇട്ടാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു എഫക്റ്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ റൂഫിനുള്ളത്. സോ എസെൻഷ്യലി ദീസ് ഓൾ ആർ highly complicated structural analysis. Okay, so ഒരു കേബിൾ എന്ന് പറഞ്ഞാൽ, so cable structure is like any other structure, it is a structure used to carry loads, അല്ലെങ്കിൽ it is a structure used to withstand loads, or it is used to transmit load. ഏതൊരു സ്ട്രക്ചറിനെ പോലെ തന്നെ ലോഡ് റെസിസ്റ്റ് ചെയ്യാനും ലോഡ് താങ്ങാനും അല്ലെങ്കിൽ ലോഡ് ബാക്കിയുള്ള കമ്പോണൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സ്ട്രക്ചറാണ് കേബിൾ സ്ട്രക്ചർ. ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കേബിൾ സ്ട്രക്ചറിന്റെ മറ്റ് സ്ട്രക്ചേഴ്സിൽ നിന്നും കേബിളിനെ മാറ്റി നിർത്തുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദ ഇന്റേണൽ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ കേബിൾ സ്ട്രക്ചേഴ്സ് ഈസ് ടെൻഷൻ ഒൺലി. ഓക്കെ, നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ട്രസ്, ഫ്രെയിം, ബീം മുതലായ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കറിയാം. ട്രസ്സിൽ ആക്സിയൽ ഫോഴ്സ്, ടെൻഷനും കംപ്രഷനും ഉണ്ടാവും. ലൈക്ക് ബീംസിലും ഫ്രെയിംസിലും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ആക്സിയൽ ഫോഴ്സും ഉണ്ടാവും. കേബിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആക്സിയൽ ഫോഴ്സ് ആണെങ്കിലും കംപ്രഷൻ എന്ന് പറയുന്ന ഫാക്ടർ അതിൻ്റെ അകത്തില്ല. ദ ഓൺലി ഇന്റേണൽ ഫോഴ്സ് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ എ കേബിൾ ഈസ് ടെൻസൈൽ ഫോഴ്സ്. Okay, this is something ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. The only internal force developed in a cable structure, or the internal force with which it resists the forces developed, is a tensile force. Okay, this is one major thing about cable structures. Now
Actually, the analysis and the procedure of cable is very easy കാരണം ഇതിൻ്റെ അകത്ത് ടെൻഷൻ എന്നുള്ള ഒരു ആസ്പെക്ട് മാത്രമേ വരുന്നുള്ളത് കൊണ്ട് കേബിളിന്റെ അല്ലെങ്കിൽ കേബിൾ സ്ട്രക്ചറിന്റെ സിമ്പിൾ അനാലിസിസ് ഭയങ്കര എളുപ്പമാണ് ആക്ച്വലി. ഓക്കെ, സോ വിൽ ലുക്ക് അറ്റ് some of the methods of analysis. Okay, so before that, let us see how a cable is idealized. ഓക്കെ, നമുക്കറിയാം ബീം എന്ന് പറയുന്ന സാധനത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു വെറുതെ ഒരു വര വെച്ചാണ് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറ്. ട്രസ്സിനെ അതുപോലെ തന്നെ കുറെ വരകളുടെ കൂട്ടമായിട്ട് റെപ്രസെന്റ് ചെയ്യും. ഫ്രെയിം എന്ന് പറഞ്ഞാലും കുറെ വരകൾ. അതുപോലെ തന്നെ കേബിളിന്റെ ഐഡിയലൈസേഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, കേബിൾ ഈസ് സിമിലർലി ഐഡിയലൈസ്ഡ്. ഒരു വൺ ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിട്ട് ഐഡിയലൈസ് ചെയ്യുമ്പോൾ ഈ കാണുന്ന എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിനെ ഐഡിയലൈസ് ചെയ്തേക്കുന്നതാണ്. അതിന്റെ അനാലിസിസ് എളുപ്പമാക്കാൻ വേണ്ടി വരച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ദീസ് ആർ സം അതർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേബിൾസ്. കേബിൾ സസ്പെൻഷൻ റൂഫ്സ് ആണ് ആ കാണുന്നതൊക്കെ. ഓക്കെ, ഇവിടെ ഒരു റൂഫിനെ മൊത്തം ഇങ്ങനെ കുറെ കേബിൾസ് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഈ ഒരു സ്പാൻ ഓഫ് ബ്രിഡ്ജിനെ ഈ കേബിൾ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ ദീസ് ടു ആർ ഈസി എക്സാമ്പിൾസ് ഓഫ് എ കേബിൾ. കുറെ ലോഡ് മാത്രം വരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കേബിളിന്റെ കേസാണ് ഈ കാണുന്നത്. ദിസ് ഇസ് ഹൗ എ കേബിൾ ഇസ് ഐഡിയലൈസ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു രണ്ട് കേസ് നമുക്ക് മതി. നമ്മുടെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വി ആർ കൺഫൈൻഡ് ടു ദിസ് ടു കേസസ്. ലൈക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസസ് ആണ് ഒരു കേബിൾ ഹാങ് ചെയ്ത് കിടക്കുന്നു, അതിൻ്റെ അകത്ത് പല ലോഡ് ആക്ട് ചെയ്യുന്നു. ദാറ്റ് മേ ബി കോൺസെൻട്രേറ്റഡ് ലോഡ്സ്, ദാറ്റ് മേ ബി UDL. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ട് സപ്പോർട്ടും ഒരേ ലൈനിൽ വരുന്ന കേസും, ഇവിടെ രണ്ട് സപ്പോർട്ടും രണ്ട് ഡിഫറെന്റ് പോയിന്റ് ഓഫ് സ്പേസിൽ വരുന്ന കേസും. ഈ ഒരു രണ്ട് കേസ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ so basically there are two assumptions of cable analysis. First assumption is that the cable is perfectly flexible. ഓക്കെ, നമുക്കറിയാം ഏതൊരു കേബിൾ എടുത്താലും ഒരു കയറാവട്ടെ, ഇതുപോലത്തെ ഒരു ഡേറ്റ കേബിൾ ആവട്ടെ, അല്ലെങ്കിൽ ഒരു റോപ്പ് ആവട്ടെ, it is very flexible. എന്ന് വെച്ചാൽ it can be converted into any shape that we want. നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിന്റെ ഷേപ്പും ഇതിന്റെ ഒരു കോലവും മാറ്റിയെടുക്കാം. ഓക്കെ, സോ ആ ഒരു അസംഷൻ നമുക്ക് കുറെ ഫ്രീഡം തരുന്നുണ്ട്. ആസ് എ സ്ട്രക്ചറൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഒരു മെക്കാനിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ കുറെ ഫ്രീഡം തരുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ആക്സിയൽ ഫോഴ്സ്, നമ്മളെ കൺസേൺ ആയിട്ടുള്ള മെയിൻ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ടെൻഷൻ, കംപ്രഷൻ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ്. ഓക്കെ, സോ ലെറ്റ് മീ ട്രൈ ടു ഡു ഓൾ ദിസ് ഫോഴ്സസ് ഹിയർ. ആദ്യം ഞാൻ ഇതിൽ കംപ്രഷൻ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനത്തിൽ ഒരു കംപ്രഷൻ കൊടുക്കാൻ നോക്കാം. ഓക്കെ, ഐ എം ട്രൈങ് ടു ഗീവ് കംപ്രഷൻ. ഒന്നും സംഭവിക്കുന്നില്ല, അത് വെറുതെ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി ഒരു ഷിയർ കൊടുക്കാൻ നോക്കിയാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇഫ് ഐ ട്രൈ ടു ഗീവ് മൊമെന്റ്, അല്ലെങ്കിൽ ഇതിനെ മൊമെന്റ് വെച്ച് ബെൻഡ് ചെയ്യിക്കാൻ നോക്കിയാലും എസെൻഷ്യലി ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ റാൻഡം ആയിട്ട് കിടക്കും. ബട്ട് ഇഫ് ഐ ട്രൈ ടു ഗീവ് ടെൻഷൻ, okay, get this, if I try to give tension, now it is actually resisting some force, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു എഫക്ട് ഉണ്ടാകുന്നുണ്ട്. So that means that the only type of, that is a practical example of അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് പോർട്രേ ചെയ്യാവുന്നതാണ് how a cable is structurally possible. സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കേബിളിന്റെ അകത്ത് എങ്ങനെയുള്ളത്, that it has only tension. Okay, next assumption for a cable is that it is inextensible. എന്ന് വെച്ചാൽ if I have this cable here, ഒരു 1 meter ലെങ്ത് ഉള്ള, അപ്രോക്സിമേറ്റ്ലി 1 meter ലെങ്ത് ഉള്ള കേബിൾ ഉണ്ട്. ഇത് ഞാൻ വലിച്ചാലും ഇതിൻ്റെ അകത്ത് എത്ര ലോഡ് വന്നാലും ഇതിന്റെ ലെങ്ത് വിൽ റിമെയിൻ ദ സെയിം. എന്ന് വെച്ചാൽ ഇത് at the end of the loading, at the end of the analysis, this will remain a 1 meter long cable itself. അതിൻ്റെ അകത്ത് before loading and after loading there will be constant length. Okay, so these are the major two assumptions in cable analysis. Okay, now well, let's see how we go about analyzing a cable. Okay, cable analysis ന്റെ കുറച്ച് preliminary കാര്യങ്ങൾ പറഞ്ഞു വെക്കാം. Okay, so now we have a cable here. Okay, ഈ കാണുന്നതാണ് ഒരു ടിപ്പിക്കൽ ഒരു നമ്മുടെ ഒരു അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂവിലെ കേബിളിന്റെ ഒരു എക്സാമ്പിൾ. We have a support here. ഇവിടെ ഒരു സപ്പോർട്ട്, വേറെ സപ്പോർട്ട് AB എന്നുള്ള രണ്ട് സപ്പോർട്ട്, അതിന്റെ ഇടയ്ക്ക് ഒരു കേബിള് കിടക്കുന്നുണ്ട്. ഓക്കെ, കേബിൾ മീൻസ് അതിൻ്റെ അകത്ത് ഓൾറെഡി രണ്ട് ലോഡ് ചെയ്ത് W2W എന്നുള്ള രണ്ട് ലോഡ് മൂലം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വന്ന് കിടക്കുന്ന ഒരു കേബിൾ. ഓക്കെ, ഒരു സിറ്റുവേഷൻ അസ്യൂം ചെയ്താൽ മതി. ഇങ്ങനെ ഒരു കേബിൾ ഉണ്ട്. ഓക്കെ, കേബിളിന്റെ ഇടയ്ക്ക് രണ്ട് ലോഡ് എവിടെ കൊടുത്തപ്പോൾ അതിന്റെ ഷേപ്പ് ഇങ്ങനെ മാറി. ഓക്കെ, എനിവേ,
So we have a cable AB and ബാക്കി രണ്ട് പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്യുന്നു. Now we have two hinged supports here. കേബിൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് hinged supportsലായിരിക്കും. അപ്പം ആ hinged സപ്പോർട്ടിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്, ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. Then there is a horizontal reaction. Okay, so ഇതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ലൈക്ക് സേ എക്സ് എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഓക്കെ, എ എന്ന പോയിന്റിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ട്. നൗ സി എന്ന പോയിന്റിൽ ഡബ്ല്യു ആക്ട് ചെയ്യുന്നുണ്ട്. നൗ ഈ ഒരു പോയിന്റ്, ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സ് ഉണ്ടല്ലോ, അതായത് ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കേബിളിനകത്ത് ആക്ട് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സ്, നമ്മൾ ഓൾറെഡി അത് സ്റ്റേറ്റ് ചെയ്തു ദാറ്റ് ഓൺലി ടെൻഷൻ ആക്ട്സ് ഇൻ എ കേബിൾ സ്ട്രക്ചർ. ഓക്കെ, ആ ഒരു ടെൻഷനാണ് ഈ കാണിച്ചേക്കുന്നത് NX. ഓക്കെ, NX ഞാൻ വെട്ടിയിട്ട് അതിനെ T എന്ന് വിളിക്കാൻ പോവാണ്. ഈ ഒരു പർട്ടിക്കുലർ ബുക്കിൽ എന്നെ വിളിച്ച വി ആർ ഗോയിങ് ടു ടേം ഇറ്റ് T. ഓക്കെ, ടെൻഷൻ ഫോർ ദാറ്റ് പർട്ടിക്കുലർ എലമെന്റ് CD എന്നുള്ള എലമെന്റ് ആണ്. ആ ഒരു പർട്ടിക്കുലർ എലമെന്റിലെ ടെൻഷൻ ഞാൻ TCD എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ ട്രസ്സിൽ ഓരോ മെമ്പറിനും ആ മെമ്പറിന്റെ പേര് വെച്ച് ഫോഴ്സിനെ വിളിച്ചു, അല്ലെ FAB FCD എന്നൊക്കെ പറഞ്ഞ് വിളിച്ച പോലെ ഇവിടെ എല്ലാം ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ ആ ഒരു പർട്ടിക്കുലർ മെമ്പറിലെ ടെൻഷനെ TCD എന്ന് വിളിക്കും. Now that tension component which is acting tangential to the direction of the cable, CD എന്നുള്ള ഡയറക്ഷനിലോട്ട് ടാൻജൻഷ്യൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. It will have a horizontal component and a vertical component. H എന്നുള്ള ഒരു horizontal componentഉം V എന്നുള്ള ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാകും. അപ്പോൾ ഒരു കേബിളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ടു മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, സപ്പോർട്ടിലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയായിരിക്കും ഏതൊരു പോയിന്റിലെയും ഹൊറിസോണ്ടൽ ഇന്റേണൽ ഫോഴ്സ്. ഓക്കെ, ഇന്റേണൽ ഫോഴ്സിനെ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു. അതിൻ്റെ അകത്തുണ്ടാകുന്ന ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അത് കേബിളിലെ ഏതൊരു പോയിന്റിലാണെങ്കിലും that will be equal to the horizontal support reaction. This is basically ഒന്നുമില്ല, equilibrium equations ന്റെ sigma fx equal to 0 ചെയ്താൽ h is equal to h എന്ന് കിട്ടും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ബട്ട് the vertical component will change from point to point. ഓരോ പോയിന്റിലും ആ vertical component മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, now so അതാണ് ഇവിടെ ഞാൻ സ്റ്റേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. If a section is cut through the cable, it can be noted that the horizontal component of the axial force in the cable will be equal to h in order to satisfy the horizontal force equilibrium. Okay, and this is true for all segments provided that external loads have no horizontal components. External ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ പോയിന്റ്, അതായത് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്ന എല്ലാം വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്നതാണ്. Now if the case that ഇവിടെ ഒരു horizontal component ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ this statement is not true. പക്ഷെ അങ്ങനെ ഒരു കേസ് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വരുന്നില്ല. Okay, so we can avoid that. Now another factor is that this particular force or this horizontal force is called as horizontal tension. Okay, അപ്പം one major thing to note, അപ്പം ഒരു കേബിൾ will be supported between two supports, I mean two points A and B. ഈ A and B എന്നുള്ള രണ്ട് ഹിഞ്ചഡ് പോയിന്റ്സിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും. ഈ രണ്ട് പോയിന്റിലെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ will be same. ഇവിടെ H ആണെങ്കിൽ ഇവിടെയും H തന്നെയായിരിക്കും. ആൻഡ് ദാറ്റ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഫോഴ്സ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ദ കേബിൾ. ഒരു കേബിളിന്റെ എല്ലാ പോയിന്റിലും ആ H എന്നുള്ള കമ്പോണന്റ് തന്നെയായിരിക്കും ഹൊറിസോണ്ടൽ റിയാക്ഷൻ കമ്പോണന്റ് ആയിട്ടുണ്ടാകും. എയിലെയും ബിയിലെയും വെർട്ടിക്കൽ കമ്പോണന്റ്സിന് മാറ്റം ഉണ്ടാകും. ഓക്കെ, എനിവേ നെക്സ്റ്റ് ഫാക്ടർ, another thing. ഓക്കെ, ദിസ് ഈസ് സിമിലർ ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. ഇവിടുത്തെ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എയും ബിയും കൊളീനിയർ പോയിന്റ് അല്ല, രണ്ട് ഡിഫറെന്റ് പോയിന്റ് ആണ്. എയിലേക്കാളും കുറച്ച് താഴെയാണ്, ഒരു YB ഡിസ്റ്റൻസ് താഴെയാണ് ബി എന്നുള്ള സപ്പോർട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ ടേം കോൾഡ് സാഗ് അറ്റ് എനി പോയിന്റ്. സാഗ് എന്ന് പറഞ്ഞാൽ ലോഡഡ് ആയി കിടക്കുന്ന കേബിള് എത്രത്തോളം താഴ്ന്നിരിക്കുകയാണ്. ലോഡ് വന്നപ്പോൾ ഈ കേബിൾ എത്രത്തോളം താഴ്ന്നു പോയി. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു കേബിൾ ഉണ്ടെങ്കിൽ ലോഡ് വന്നപ്പോൾ ഇങ്ങനെ താഴ്ന്നു പോയല്ലോ, ഇങ്ങനെ എത്രത്തോളം താഴ്ന്നു പോയി എന്നുള്ളതിന്റെ ഡെപിക്ഷൻ ആണ് സാഗ് എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു പർട്ടിക്കുലർ പോയിന്റിലെ സാഗ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇതാണ് ഈ ഒരു പോയിന്റ്. ലൈക്ക് നമ്മൾ പറഞ്ഞ കേബിളിന് രണ്ട് സപ്പോർട്ട് ഉണ്ടാവും. ഈ രണ്ട് സപ്പോർട്ടിന്റെയും ഇടയ്ക്കോടെ ഒരു വര വരച്ചാൽ AB എന്നുള്ള ലൈൻ കണ്ടോ, ഇൻക്ലൈൻഡ് ലൈൻ AB, ആ ലൈനും നമ്മൾ ഏത് പോയിന്റിലാണോ സാഗ് കണ്ടുപിടിക്കുന്നത് ആ പോയിന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഹൈറ്റിനെയാണ് സാഗ് എന്ന് പറയുന്നത്. സോ ദിസ് പർട്ടിക്കുലർ കേസ് HX, അതായത് ഈ പറയുന്ന പോയിന്റിലെ സാഗ് എന്ന് പറയുന്നത് ദിസ് HX ആണ്. ഓക്കെ, നൗ assume that the case where A and B are collinear, അതായത് എയും ബിയും ഒരേപോലെ
ഉള്ള പോയിന്റ് ആണെങ്കിൽ this hx and this yx will be same. Okay, yx ഒന്നുകൂടെ ഞാൻ പറയാം. Yx എന്ന് പറയുന്നത് a ടോപ്പ് മോസ്റ്റ് സപ്പോർട്ട് നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് y. ഓക്കെ, എ ബി എന്നുള്ള സപ്പോർട്ടുകൾ തമ്മിൽ ഒരു വര വരച്ചാൽ ആ സപ്പോർട്ടുകളുടെ വരയും പിന്നെ കമ്പോണന്റും അല്ലെങ്കിൽ കേബിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് h of x. Okay, you can see that both are not same in cases where a and b are at two different level. A യും ബിയും രണ്ട് ഡിഫറെന്റ് ലെവൽ ആയിട്ടുള്ള കേസിൽ എച്ച് എക്സും വൈ എക്സും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ എയും ബിയും ഒരേ ലെവൽ ആയിട്ടുള്ള കേസിൽ, ലൈക്ക് ഈ കാണുന്ന ഒരു കേസിൽ, നമ്മൾ നേരത്തെ കണ്ട കേസ് പോലെ എയും ബി ഒരേ ലെവൽ ആയിട്ടുള്ള കേസിൽ എച്ച് എക്സ് will be same as yx. Okay, that point is established here. Okay, ഇപ്പോൾ ഇതാണ് സാഗ് എന്ന് പറയുന്നത്. സാഗ് എന്താണെന്ന് നമ്മളിത് പറഞ്ഞിട്ട്. Okay, yes, another thing that I want to convey is about the moment. അപ്പം നമ്മൾ കേബിൾ അനാലിസിസിനെ നമ്മൾ എളുപ്പമാക്കി വെക്കുന്ന ഒരു പ്രോപ്പർട്ടി മൊമെന്റം. ഏതൊരു പോയിന്റ് ഒരു കേബിളിന്റെ അകത്തെ ഇപ്പം എക്കും ബിക്കും ഇടയ്ക്കുള്ള ഒരു കേബിൾ ആണ്, ഇങ്ങനെ കിടക്കുന്ന കേബിൾ ഉണ്ടെങ്കിൽ ഏതൊരു പോയിന്റിലെ ടോട്ടൽ മൊമെന്റ് എടുത്താലും അല്ലെങ്കിൽ സം ഓഫ് മൊമെന്റ് എടുത്താലും ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. കാരണം ഞാൻ പറഞ്ഞു ഇവിടെ ബെൻഡിങ് എന്ന് പറയുന്ന ഫാക്ടർ കേബിളിൽ വരുന്നില്ല. സോ അറ്റ് എനി പോയിന്റ് ടു മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം the total sum of moments at any point in a cable will be equal to 0. We use this property to find out or to analyze the cables in general. Okay, now any cable analysis il namukku adayathu problems varumbo what we have to manage ennu nokkam. Okay, so assume that we have been given a question a b ennulla rendu support idake. Okay, a ennulla hinge support undu, b ennulla oru hinge support undu. Ee rendu supports inde idakkum oru cable hang ചെയ്ത് കിടക്കുന്നു. ഓക്കെ, ദിസ് കാണുന്ന ഈ ഒരു പ്രൊഫൈലിൽ കിടക്കുന്ന കേബിൾ ഹാങ് ചെയ്ത് കിടക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്ട് ടു സോ മെനി ലോഡ്സ്, W1, W2, W3 എന്നുള്ള പോയിന്റ് ലോഡ്സ്. പിന്നെ ഇവിടെ ഒരു UDL ഉണ്ട്. ആൻഡ് പല പല ഡിസ്റ്റൻസിൽ ഒരു കേബിൾ തന്നിട്ടുണ്ട്. റാൻഡം ആയിട്ട് വി ആർ ഗിവൺ എ കേബിൾ. നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ലോഡൊക്കെ തന്നിട്ടുണ്ട്. Then we will be given the dimensions of the cable. Dimensions of the cable എന്ന് പറയുമ്പോൾ ഈ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാകുക. ചിലപ്പോൾ ഈ ഒരു കേബിളിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാകുക. So that depends. Maybe we will be given this distance, or maybe we will be given this factor. That we don't know, but that depends on the question. പക്ഷേ ഏത് കിട്ടിയാലും നമുക്ക് okay ആണ്. Now another thing that will be given is a sag at any point. ഏതെങ്കിലും ഒരു പോയിന്റിലെ സാഗ് എന്നല്ലെങ്കിൽ ഈ ഒരു ഫാക്ടർ തന്നിട്ടുണ്ടായിരിക്കും, ഈ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസ് ഓഫ് ഹൈറ്റ് തന്നിട്ടുണ്ടാകും. ഓക്കെ, സോ ഇത്രയും ഡേറ്റ ആയിരിക്കും എപ്പോഴും ഏതൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാകാം. ആൻഡ് വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ സപ്പോർട്ട് റിയാക്ഷൻസ്, എയിലെയും ബിയിലെയും സപ്പോർട്ട് റിയാക്ഷൻസ്. ദാറ്റ് മീൻസ് VA, VB, പിന്നെ H എന്നുള്ളത്. H ഈസ് ഓൾസോ നോൺ ഓഫ് ദ ഹൊറിസോണ്ടൽ ടെൻഷൻ. അതൊരു സപ്പോർട്ട് റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എൻ്റയർ കേബിളിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ്. Then we'll be asked to find out cable tension. Cable tension എന്ന് പറഞ്ഞാൽ it is basically the internal force developed in the cables to resist the external loads. കേബിളിൻ്റെ അകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലോഡ് വന്നതിന് മൂലം സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഇന്റേണൽ ഫോഴ്സ്, സ്ട്രക്ചറിലെ റെസ്പോൺസ് ആണ് ഇന്റേണൽ ഫോഴ്സ് നമുക്കറിയാം. ആ ഒരു ഇന്റേണൽ ഫോഴ്സ് കേബിളിൽ ഉണ്ടാകുക കേബിൾ ടെൻഷൻ ആയിട്ടായിരിക്കും. ഞാൻ പറഞ്ഞ കേബിൾ ടെൻഷൻ മാത്രമേ, ആ ഒരു ടെൻഷനും നമുക്ക് കണ്ടുപിടിക്കണം. Okay, then we will be asked to find out the sag at all other points. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനിൽ will be given sag at one point. നമുക്ക് ബാക്കിയുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള മെയിൻ പോയിന്റുകളിലെല്ലാം സാഗ് കണ്ടുപിടിക്കേണ്ടി വരും. Then we will be asked to find out the total cable length. Okay, കേബിളിന്റെ ടോട്ടൽ ലെങ്ത്. See, the കേബിളിന്റെ ടോട്ടൽ ലെങ്ത് എന്നുള്ള ഫാക്ടർ ഒരു കൺഫ്യൂസിങ് കാരണമാണ്. കാരണം ഈ എക്കും ബിക്കും ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ലെങ്ത് ആയിരിക്കും നമുക്ക് എപ്പോഴും തന്നിട്ടുണ്ടാകുക. ഓക്കെ, ടോട്ടൽ കേബിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ടോട്ടൽ കേബിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ A to Bയിലോട്ട് വരുന്ന ഈ ഒരു ഷേപ്പാണ്, ഈ ഒരു കേബിൾ ഷേപ്പ്, ഹാങ് ചെയ്ത് കിടക്കുന്ന ഷേപ്പാണ് നമ്മുടെ കേബിൾ ലെങ്ത് എന്ന് പറയുന്നത്. ആ ഒരു ലെങ്ത് ആയിരിക്കും നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് വി ആർ മോസ്റ്റ്ലി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പം ഒരു കേബിൾ അനാലിസിസിന്റെ ജനറൽ കാര്യം ഇതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും തന്നിട്ടുണ്ടാകും, വേറെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ആക്ച്വലി ദിസ് ഈസ് പ്രിറ്റി സിമ്പിൾ. Okay, so we will learn how to analyze a cable in the next class. We'll start with a cable subjected to concentrated loads. Okay, there was one more thing I want to show. That's okay. I will tell you that in the next class. Okay, so take care. Bye. Thank you.